ഹലോ ഗൈസ്, റാം ഫിൻകോർപ്പ് അല്ലെങ്കിൽ കുന്തൻ ഫൈനാൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റി നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മൾ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ 2-3 വീഡിയോസ് ഒക്കെ ഈ ആപ്ലിക്കേഷന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 1 മന്ത് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന 2 ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ കാര്യങ്ങൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ലോൺ എടുത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, ലോണിന്റെ റീപേയ്മെന്റ് എങ്ങനെ ചെയ്യും, ഇനി എങ്ങനെ റാം ഫിൻകോർപ്പിൽ നിന്ന് ലോൺ എടുക്കാം, എന്തുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ആപ്ലിക്കേഷൻ കറന്റ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പക്ഷേ കറന്റ് ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന റാം ഫിൻകോർപ്പ് എന്ന് പറഞ്ഞാൽ ലോൺ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ എടുക്കാനും റീപേ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അവർ RBI അപ്രൂവ്ഡ് NBFC വഴി തന്നെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മിസ്റ്റേക്ക് വന്നുകൊണ്ടായിരിക്കാം അവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലോൺ എടുക്കുന്നത്, എങ്ങനെയാണ് ലോൺ റീപേ ചെയ്യുന്നതെന്നൊക്കെ. കുറച്ച് വീഡിയോ ഡിലേ ആയി, എന്നാലും ഞാൻ പറഞ്ഞുതരാം. റാം ഫിൻകോർപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഈ ആപ്ലിക്കേഷന്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേമിലായിട്ട് മാത്രമേ ലോൺ തരത്തുള്ളൂ, ഹൈ ഇൻട്രസ്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കി വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ലോൺ എടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷന്റെ കേസിൽ മാത്രമല്ല, ഏത് ആപ്ലിക്കേഷന്റെ കേസിലാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ലോൺ എടുക്കുക. വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. കറന്റ് റാം ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുന്തൻ ഫൈനാൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പക്ഷെ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഇത് എടുക്കാനായിട്ട് സാധിക്കും. ലോൺ കാര്യങ്ങൾ എടുക്കാനും റീപേ ചെയ്യാനും സാധിക്കും. ലോൺ എടുത്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുന്തൻ ഫൈനാൻസ് റാം ഫിൻകോർപ്പ് ഒറ്റ ആപ്ലിക്കേഷൻ തന്നെയാണ്, അതായത് ഒരു NBFC വഴിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് ലോൺ എടുത്തിട്ട് റീപേ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് റീപേ ചെയ്യാനും അല്ലെങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാനായിട്ടും സാധിക്കും. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് റാം ഫിൻകോർപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു വലിയ എമൗണ്ട് ഒന്നും ആദ്യം അപ്രൂവ് ആകാൻ ചാൻസ് ഇല്ല. ഒരു 50,000 വരെയൊക്കെ മാക്സിമം അപ്രൂവ് ആകുമായിരിക്കും. ടെന്യൂർ ഇവർ മാക്സിമം 20 ദിവസം, 1 മാസം, 2 മാസം എന്നുള്ള കാലയളവിലേക്കാണ് കൊടുക്കുന്നത്. അതും ചിലവർക്ക് ഡെയിലി ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ റീപേയ്മെന്റ് 1,00,000 ലൈക്ക് 10,000-ന് 15,000 ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് റീപേ ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തെ ഇൻട്രസ്റ്റിലൊക്കെ റീപേ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ലോണൊക്കെ റീപേ ചെയ്ത് മുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഈ പറയുന്ന ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ലോൺ എടുക്കണമെന്ന് 2-3 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുക. കാരണം ഷോർട്ട് ടേം ആണ്. ചിലപ്പോൾ റീപേ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങളുടെ സിബിലിനെയൊക്കെ അഫക്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം ഇതുപോലെ റാം ഫിൻകോർപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കും. പ്രോപ്പർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണോ എന്ന് തറവായിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. കാരണം ചിലവർ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഇവിടെ റാം ഫിൻകോർപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ .com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് മുകളിൽ 3 ബാർ കാണാം. അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഓൾറെഡി യൂസർ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ റീപേ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ റീപേ ചെയ്യാൻ കാണിക്കും. അല്ല, നിങ്ങൾക്ക് ലോൺ എടുക്കാനാണെങ്കിൽ പുതുതായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിലായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ കസ്റ്റമർ കെയറിന്റെ ഇമെയിലിൽ 2 മൊബൈൽ നമ്പർ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ്, അതായത് ലോൺ കിട്ടുന്നില്ല, റീപേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണം, ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്കിവിടെ 8 ലക്ഷം വരെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത്. അവിടെ ഗെറ്റ് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോൺ പർപ്പസ്, എംപ്ലോയ്മെന്റ് ടൈപ്പ്, മോഡ് ഓഫ് ഇൻകം, മന്ത്ലി സാലറി ഡേറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. സോ അടുത്ത പേജിൽ നമുക്കിവിടെ ഇൻകം വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതിനായിട്ട് ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് ബാങ്ക് സെലക്ട് ചെയ്ത് OTP കൊടുത്തുകൊണ്ട് ലോൺ അഗ്രിഗേറ്റർ വഴി തന്നെ ബാങ്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ SBI ബാങ്ക് വഴി വെരിഫൈ ചെയ്തുമ്പോൾ എനിക്കിവിടെ 16,000 അപ്രൂവ് ആയിട്ടുണ്ട്. 21 ദിവസം മാത്രമേ ടെന്യൂർ വരുന്നുള്ളൂ. 21 ദിവസത്തിൽ നമുക്ക് പ്രോസസ്സിംഗ് ഫീസും GST കഴിഞ്ഞ് 1,227 രൂപ വരും. ഫൈനൽ ലോൺ എമൗണ്ട് 14,772 രൂപയാണ് അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആകുന്നത്. റീപേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 17,680 രൂപയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 2,000 രൂപ അടുത്ത് നമുക്ക് ഈ പറയുന്ന 21 ദിവസത്തിനോട് തിരിച്ച് റീപേ ചെയ്യണം. സോ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ആരും നിങ്ങളെ ലോൺ എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പൊക്കോളും. അതല്ല, നിങ്ങൾക്ക് ലോൺ എടുക്കാനാണെങ്കിൽ മുന്നോട്ട് പോയിട്ട് മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അത് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നെറ്റ് ബാങ്കിങ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോൾ ലോൺ അഗ്രിമെന്റ് കാണിക്കും. അത് ജസ്റ്റ് OTP എടുത്ത് സൈൻ ചെയ്താൽ നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 24 ഹവേഴ്സിനുള്ളിലാണ് ട്രാൻസ്ഫർ ആവുന്നത്. ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അവിടെ റീപേ എന്നൊരു ഓപ്ഷൻ വരും. ആപ്പിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് റീപേ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മുടെ EMI ഡേറ്റിന്റെ അന്ന് റീപേ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് റാം ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കറന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. RBI അപ്രൂവ്ഡ് NBFC വഴി തന്നെയാണ് ഇപ്പോഴും ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ലോൺ എടുക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നല്ല, പറയത്തേയില്ല.
നിങ്ങൾ സ്വന്തം ഇഷ്ടമാണ്, സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. നാളെ വരുവാണെങ്കിൽ ഇത് പൂട്ടി പോവാതിരിക്കാം. അതിപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ നോക്കിയും കണ്ടും മാത്രം ലോൺ എടുക്കുക. മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെറും 10-20 ദിവസം ടെന്യൂറൊക്കെ കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഈ ഒരു ടെന്യൂർ ഓക്കെയാണ്, ഇൻട്രസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാതിരിക്കുക. വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ഇത്തരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. ഒരുപാട് പേര് ചോദിച്ചിരുന്നു വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട്, കുറേ നാൾ മുമ്പ് ചോദിച്ചാണ്, പക്ഷേ ഡിലേ ആയി വീഡിയോ ചെയ്യാനായിട്ട്. എന്തായാലും ഇതാണ് സംഭവം. റാഫിൻ കോപ്പ്, കുന്തൻ ഫൈനാൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിനും ഈ പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് ലോൺ എടുക്കാനോ റീപേ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയോട് വീഡിയോ എന്ന് പറയുന്നത്, എന്തെങ്കിലും ഡൗട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സമയം വീഡിയോയിലൂടെ വരാം. ബൈ.